വിടർന്ന കണ്ണുകളും ആകർഷകമായ ചിരിയും മാദക സൗന്ദര്യവും കൊണ്ട് 80കളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കിവാണ താരറാണിയായിരുന്നു സിൽക്ക് സ്മിത. ഒടുവിൽ ആരോടും ഒന്നും പറയാതെ മരണത്തിലേക്ക് സ്വയം നടന്നെടുത്തപ്പോൾ സിൽക്കിന് മാത്രമല്ല സിനിമാ ലോകത്തിന് തന്നെ തീരാ നഷ്ടമായി. സിൽക്ക് സ്മിതയുടെ വ്യക്തിജീവിതം തികച്ചും വിഷാദപരമായിരുന്നു. തിരക്കുള്ള നടിയായിരുന്നുവെങ്കിലും വ്യക്തിബന്ധങ്ങൾ വളരെ കുറവായിരുന്നു. 1996 സെപ്റ്റംബർ 23 സ്മിതയെ ചെന്നൈയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു അത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണം എന്നായിരുന്നുവെങ്കിലും സ്മിതയുടെ അപ്രതീക്ഷിത മരണത്തിലെ ദുരൂഹത ഇന്നും ബാക്കിയാണ്. നടി സ്വയം മരണം വരുത്തിവെച്ചതാണോ അതോ ഇതിന് പിന്നിൽ ചതികളുണ്ടോ എന്ന ചോദ്യം ഇന്നും ഉയരുകയാണ്. അതിന് കാരണം അവസാന കാലത്ത് വിവാഹിതനായ ഒരു ഡോക്ടറുമായി സിൽക്കിനുണ്ടായ ഒരു പ്രണയമായിരുന്നു. നടി അവസാന കാലത്ത് എഴുതിയ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഒരു നടിയാവാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. എന്നോട് ആരും സ്നേഹം കാണിച്ചിട്ടില്ല. എല്ലാവരും എന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു. എല്ലാവർക്കും ഞാൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ ദൈവമേ. താൻ ഏറെ സ്നേഹിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന ആൾ തന്നെ വഞ്ചിച്ചുമെന്നുമാണ് സിൽക്ക് സ്മിത അവസാനമായി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞത്. സിനിമാ രംഗം സിൽക്കിനെ മറന്നെങ്കിലും ആരാധകരുടെ മനസ്സിൽ തിളക്കമുള്ള ഓർമ്മയായി ഇന്നുമുണ്ട് ഈ നടി.